ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തമ്മിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവട്ടോ ഇന്നത്തെ വീഡിയോ കൊണ്ട് എന്താ ഉദ്ദേശിക്കണേന്ന്. ഒരു ചെറിയ കുക്കിംഗ് വ്ളോഗാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ഉണ്ടാക്കിയതിന് ശേഷം കേട്ടോ അതിൻ്റെ ഇൻട്രോ എടുക്കണത്. നമുക്കെന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം. ഇതിൻ്റെ ആദ്യത്തെ പരീക്ഷണം കേട്ടോ എന്ന് വെച്ചാൽ ബീഫ് അച്ചാർ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല വെച്ചിട്ടുമില്ല. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. ആദ്യം തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ നന്നാക്കി വെച്ചു. പിന്നെ കുറച്ച് വേപ്പിലൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് ഞാൻ തലേ ദിവസമേ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തിരി ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ 2 വിസിലാവണ വരെ നമ്മുടെ കുക്കറിലിട്ടൊന്ന് വേവിക്കും കേട്ടോ. അതിനുശേഷം എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആ എണ്ണ കളയരുത്, ആ എണ്ണയാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തെടുത്ത ആ എണ്ണയിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. അതിൽ ആ വെള്ളാംശമൊക്കെ ഒന്ന് നന്നായിട്ട് മാറണ വരെ നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നാലേ കുറേ നാളത്തേക്ക് കേടാവാണ്ടിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് സമയം വേണ്ടി വരും കേട്ടോ ഇതൊക്കെ ഒന്ന് പാകമായി കറക്റ്റ് പാകത്തിന് വരാനായിട്ട്. പിന്നെ നമ്മുടെ ബീഫ് വറുത്ത വീഡിയോസൊന്നും ഞാൻ നമ്മുടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനത് ഇൻക്ലൂഡ് ആക്കാത്തത്. നമ്മളിട്ടേക്കണ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ആ മുരിഞ്ഞ് വരണ സമയമുണ്ടല്ലോ, അപ്പം മാത്രം വേപ്പിലിട്ടാൽ മതിട്ടോ. അല്ലെങ്കിൽ വേപ്പിൽ ആകെ കരിഞ്ഞ് കറുത്തിരിക്കും. അങ്ങനെ നമ്മുടെ പാകമായി വന്നിട്ടുണ്ട്. ഏകദേശം നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ കളറൊക്കെ മാറി നമ്മൾ വറുത്തെടുത്ത പോലെ തന്നെ കിടക്കും. അപ്പോൾ അതാണ് നമ്മുടെ പാകം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ നേർ പകുതി എടുത്തിട്ട് നമ്മുടെ മിക്സിയിൽ 2 കറക്കം കറക്കുക. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. പൊടി പോലും ഒന്നും ആവില്ല, ജസ്റ്റ് 2 കറക്കം കറക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നേരെ പൊടികൾ ഇടാൻ പോകും. അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തില്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് പൊടികൾ മുളക് പൊടി ഞാൻ എടുത്തേക്കണത് 3 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടിയിട്ടാണ് എടുത്തേക്കണത്. അപ്പോൾ മുളക് പൊടിയൊക്കെ നമുക്ക് എങ്ങനെ എരിവനുസരിച്ച് ഇടാവുന്നതാണ്. അതിനുശേഷം 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂണോളം കായം പൊടിച്ചതും ഉലുവപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഒന്ന് ഇളക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഐറ്റം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വിനാഗിരി, ഞാനൊരു ചെറിയ ഗ്ലാസ്സിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബീഫ് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഒന്ന് സെറ്റാവണ വരെ ഒരു ചെറു തീയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വിനാഗിരി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മളുടെ ബീഫ് അച്ചാർ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇന്നല്ല, ഇനി നാളെയാണ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോണത്. സംഭവം ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ല, ടേസ്റ്റ് നോക്കണ്ടേ. അടിപൊളിയുണ്ട്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്, ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒറിജിനൽ അച്ചാറിൻ്റെ ടേസ്റ്റ് ഒന്നും എനിക്കറിയില്ല. സംഭവമായിട്ട് എന്തായാലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ടാറ്റ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. ടാറ്റ ബൈ ബൈ.